ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. പഴുത്ത ചക്ക കിട്ടിയാൽ ഏത് മലയാളിയും ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കുമ്പളപ്പം. ആ കുമ്പളപ്പം എല്ലാവർക്കും അറിയാം, എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്നതാണ്. എന്നാലും എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട്സിന് ആർക്കും ഈ കുമ്പളപ്പം അറിയത്തില്ല. പഴുത്ത ചക്ക അവർ കഴിക്കാറുമില്ല. ഇവിടെ കിട്ടുന്നതൊക്കെ നമുക്ക് കൂഴച്ചക്കയാണ്. അതുകൊണ്ട് അവരുടെ റിക്വസ്റ്റ് കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. आज हम पक्का वाला कटहल से केरला का स्पेशल कटहल का पीठा बनाने जा रहे, दिखाएंगे कैसे है. പ്ലാവെ തന്നെ കിടന്ന് പഴുത്ത ഒരു ചക്കയാണ്. ഇപ്പം ഞാൻ പറിച്ചുകൊണ്ട് വന്നതാണ്. നല്ലതായിട്ട് പഴുത്തിട്ടുണ്ട്. ഇത് കൂഴച്ചക്കയാണ്. നാട്ടിലെ വരിക്കച്ചക്ക കൊണ്ട് നട്ടതാണ്. കൂഴച്ചക്കയായിട്ടാണ് ഇറങ്ങിയത്. നമുക്കിത് മുറിച്ചെടുക്കാം. അച്ഛ പക്ക വല കട്ടൽ ഹെ തൊടാ കാട്ട് ലേങ്കെ. നല്ല പഴുത്ത ചക്കയാണ്. അച്ഛ പക്ക വല കട്ടൽ ഹെ. നമ്മളോ ഓറേക്ക് ബാർ ബി കാട്ടേക്ക്. നമുക്കൊന്നും കൂടെ കട്ട് ചെയ്തെടുക്കാം. പഴുത്തതുവാ, നല്ല മധുരമുള്ളതുവാ. അച്ഛ പക്ക ഹെ, അച്ഛ മീഠാ ബി ഹെ. निकालता है, देखिए इसका बीज का डंडा निकाल दीजिए. ഇത് നമുക്ക് നടുത്തുനിന്ന് അങ്ങ് എടുത്ത് മാറ്റാം. നല്ല പഴുത്തായതുകൊണ്ട് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. अच्छा पका वाला है इसलिए जल्दी निकाल सकता है. मैं एक एक करके निकाल देंगे. पूरा निकालना है. ചക്കച്ചോള എല്ലാം എടുത്ത് ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. വലിയ ചക്കയാണ്, ഞാൻ പകുതിയെ എടുത്തിട്ടുള്ളൂ. बड़ा वाला कटहल था, आधा हम निकाल दिया है. इसका मंची निकालना है. നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ കുരു എടുത്ത് മാറ്റാം. इसका बीजा पूरा निकाल के रखा है. ചക്കയുടെ കുരു എല്ലാം കളഞ്ഞു വെച്ചിരിക്കുകയാണ്. നമുക്കൊരു മിക്സിയുടെ പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അച്ചസ പീസ് ആയെങ്കിൽ നമുക്കിത് നല്ലതായിട്ട് അരച്ചോണ്ട് വരും. ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. ഇതിനെ ബിൽക്കുൽ പാനി നൈ ഡാൽനാ ഹെ. നല്ല ബട്ടർ പോലെയാണ് ഇത് വരുന്നത്. ബട്ടർ ജൈസെ പീസ്നാ ഹെ. ഈ പൂര ഐസെ പീസ് ആയെങ്കിൽ നമുക്കിതെല്ലാം ഇതുപോലെ തന്നെ അരച്ചിട്ടെടുക്കാം. നമ്മൾ ചക്ക മുഴുവൻ അരച്ച് വെച്ചിട്ടുണ്ട്. कटहल पूरा अच्छे से पीस के रखा है. अभी डालना है गुड़ का पाउडर है. നമ്മുടെ ശർക്കരയുടെ പൊടിയാണ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അച്ഛസെ മിക്സ് കറങ്ങാൻ. നമ്മുടെ മധുരമല്ല, അവനവൻ്റെ ഇഷ്ടം അനുസരിച്ചാണ്. ചക്കയ്ക്ക് മധുരം കൂടുതലാണെങ്കിൽ മധുരം കുറച്ചിട്ടാൽ മതി. ചക്കയ്ക്ക് മധുരം കുറവാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് മധുരം ഇട്ട് കൊടുക്കണം. इसमें अभी हम गुड़ डाल दिया. गुड़ डालने से अच्छा है. നമ്മൾ ശർക്കര ഇട്ടുണ്ടാക്കുന്നതാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ. തേങ്ങ ഞാൻ ഒരെണ്ണം ചിരണ്ടി വെച്ചതാണ്. एक नारियल पूरा घिस के रखा था, वो भी डालना है. അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. अच्छे മിക്സ് करना है. എടുത്തിരിക്കുന്ന അടുത്ത അരിപ്പൊടിയാണ്. റൈസ് ഫ്ലോർ ലിയാ ഹെ, അഭി ആധാ ഡാൽനാ ഹെ. നമുക്ക് പകുതി നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. अच्छे മിക്സ് करना है. ബാക്കി भी डालेंगे. നമുക്ക് ബാക്കി പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. अच्छे മിക്സ് करना है. अभी भी हुआ नहीं, देखिए इतना തിക്ക് हो गया. ഇത്രയും നല്ല തിക്കായി കഴിഞ്ഞു. കൂഴച്ചക്കയ്ക്ക് കൂടുതൽ നമുക്ക് വെള്ളമുണ്ട്. അത് നമ്മൾ ഈ റവ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് സോക്ക് ചെയ്തെടുക്കും. सूजी डाल रहे, इसमें ज़्यादा पानी है इसलिए सूजी डालने से जल्दी वो पानी खींचेगा. റവയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 10-15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ റവ ഇത് മുഴുവനും വെള്ളം വലിച്ചെടുത്തോളും. അപ്പം टाइट आइकोളും. हम सूजी डाला बोल के 15 मिनट रेस्ट करने के लिए रखना है. बंद करके रखेंगे. इसके लिए मसाला बनाने जा रहे हैं. इसके लिए मसाला इलायची, സോണ്ട് और जीरा. ഏലക്കായും ചുക്കും ജീരകവും കൂടെയാണ് ഞാൻ പൊടിക്കാൻ പോകുന്നത്. ഇത് പൊടിച്ചുകൊണ്ട് വരാം. ഈ പൗഡർക്കൊക്കെ ആയെങ്കിൽ ഇത് നോക്കായിക്കറിയാണ്. നോക്കിക്കാൻ നല്ല തിക്കായി കഴിഞ്ഞു. ഞാൻ ഇട്ടിരിക്കുന്നത് 3 കപ്പ് അരിയും 1 കപ്പ് റവയുമാണ്. इसमें हम डाला है 3 कप चावल पाउडर और 1 कप सूजी डाला है. നല്ലതായിട്ട് ടൈറ്റ് ആയി കഴിഞ്ഞു. നമുക്കിപ്പം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. മസാല ഡാൽഡ അച്ഛ ഖുഷ്ബു ഹെ. നല്ല മണമാണ് ഇതിട്ട് കൊടുത്താൽ. അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. വനയിലയുടെ ഈ അറ്റം അകത്തിരിക്കണം. ऐसे ही होना चाहिए. इसका ये तेल अंदर में आना चाहिए. देखिए ऐसे करके डाल दीजिए. ऐसे करके बंद कर दीजिए. ये वाला अंदर में घुसा दीजिए. നമ്മുടെ ഇത് അകത്തിലോട്ട് കുത്തി വെക്കാം. നോക്കിക്കുക, ഇങ്ങനെ വെക്കാം. അടുത്തത് കാണിക്കാം. അത്തയുടെ ഇത് इसमें अंदर में डाल दीजिए. ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം.
ये तेज पत्ता से थोड़ा बड़ा वाला पत्ता है, लेकिन तेज पत्ता का खुशबू भी है, अच्छा टेस्ट भी है। ये पत्ता इधर नहीं मिलेगा तो आप लोग कटहल का पत्ता से ऐसे ही बना दीजिए, नहीं हम इसे केला पत्ता से भी बना सकता है। ऐसे कौन बना दीजिए, ऐसे कौन बना के बनाता है, ऐसे ही सब बनाएंगे। നമുക്ക് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. കുമ്പളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ऐसे कौन बना के रखा है, अभी बर्तन में पानी गर्म हो गया. നമ്മുടെ ഇതിനകത്തൊന്നും നല്ലതായിട്ട് സ്റ്റീം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വെച്ച് കൊടുക്കാം. कुंबल വെച്ച് കഴിഞ്ഞു. पूरा रखा है, 20 मिनट में हो जाएगा. 20 मिनट रखेंगे. നമുക്ക് 20 മിനിറ്റ് വെച്ച് കൊടുക്കാം. നന്നായിട്ട് അടച്ചു വെച്ച് നമുക്ക് 20 മിനിറ്റ് വേവിച്ചെടുക്കാം. अच्छा से बंद करके 20 मिनट पकने के लिए रखेंगे. 20 मिनट ആയി നമ്മുടെ കുമ്പളപ്പം റെഡി ആയിട്ടുണ്ടാവും. 20 मिनट हो गया. अभी हम लोग का കുമ്പളപ്പം रेडी हो गया. നമ്മുടെ കുമ്പളപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് करेंगे. अभी निकाल के बर्तन में रखेंगे. നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. हमारे कुंबलपम रेडी आई गई. कुंबलपम रेडी हो गया. इसका पत्ता निकाल के कैसे है देखेंगे. നമുക്ക് ഇതിന്റെ ഇല മാറ്റിയിട്ട് നോക്കാം. കുമ്പളപ്പം ഒരെണ്ണം തുറന്ന് നോക്കാം. കുമ്പളപ്പം देखेंगे कैसे है. देखिए ऐसे ही है हम लोग का कुंबलപ്പം. നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള കുമ്പളപ്പം रेडी आई കഴിഞ്ഞു. आप लोग को सबको पसंद हो जाएगा. केरला का स्पेशल पक्का कटहल का पिठा है. अच्छा टेस्ट है, अच्छा खुशबू है, विदाउट ऑयल का अच्छा एक स्नैक है. प्लीज लाइक, शेयर एंड सब्सक्राइब. थैंक यू फॉर वाचिंग.